أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിക്കേറ്റവരെയും ശുഹദാക്കളെയും ഒരുമിച്ച് കൂട്ടി. പരിക്കേറ്റവരുടെ മുറിവുകൾ കെട്ടി ശുഹദാക്കളെ കബറടക്കാനുള്ള സംവിധാനവും ചെയ്തു. ദ്രോഹികളായ മക്കയിലെ കാഫിര്യങ്ങൾ ചില മുസ്ലിം ശുഹദാക്കളുടെ കാതും മൂക്കും ഛേദിച്ചിട്ടുണ്ടെന്ന് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായത്. കാതും മൂക്കും ഛേദിക്കപ്പെട്ടവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതൃവ്യൻ ഹംസയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ കാഴ്ച കണ്ടപ്പോൾ സങ്കടം വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫിര്യങ്ങൾ തങ്ങളുടെ ചെയ്തിയിലൂടെ ഈ പ്രതികാരം തങ്ങൾക്ക് അനുവദനീയമായിരിക്കുന്നു എന്ന് കരുതുന്നു. അതിനെ നമ്മൾ അനുവദനീയമായി ഗണിക്കുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹിയുണ്ടായി, കാഫിര്യങ്ങൾ ചെയ്യുന്നത് ചെയ്തു കൊള്ളട്ടെ, നിങ്ങളെപ്പോഴും കാരുണ്യത്തിൻ്റെയും നീതിയുടെയും കോന്തല മുറുകെ പിടിക്കുവിൻ. ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ഹദ്രത്ത് ഹംസയുടെ കഫൻ ചെയ്തതിനെ സംബന്ധിച്ചും കബറടക്കിയതിനെ പറ്റിയും പറയുന്നു. ഹദ്രത്ത് ഹംസയെ ഒരൊറ്റ വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത്. നേരത്തെയും ഹ്രസ്വമായി മറിച്ച് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. തലഭാഗം മറയ്ക്കുമ്പോൾ രണ്ട് കാൽഭാഗത്തു നിന്നും തുണി മാറിപ്പോകുമായിരുന്നു. കാലിൻ്റെ ഭാഗത്തേക്ക് തുണി വയ്ക്കുമ്പോൾ മുഖത്തു നിന്ന് തുണി മാറിയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മുഖം മറയ്ക്കുകയും കാലിന്മേൽ പുല്ലും മറ്റും വെക്കുകയും ചെയ്യുക. ഹദ്രത്ത് ഹംസയെയും അദ്ദേഹത്തിൻ്റെ സഹോദരീപുത്രനായ ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ ജഹ്ഷിനെയും ഒരേ ഖബറിലാണ് അടക്കം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഹദ്രത്ത് ഹംസയുടെ ജനാസ നമസ്കരിച്ചു. ഈ ശുഹദാക്കളുടെ ജനാസ നമസ്കരിച്ചുവോ ഇല്ലയോ എന്ന ചർച്ച കഴിഞ്ഞ ഖുത്ബയിൽ വിവരിച്ചു കഴിഞ്ഞതാണ്. മരിച്ചവരുടെ അപദാനങ്ങൾ പറഞ്ഞ് കരഞ്ഞു വിലപിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര യുക്തിസഹമായ രീതിയിലാണ് തടഞ്ഞതെന്ന് നോക്കുക. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉഹദിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അൻസാർ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ വേർപാടിൽ കരഞ്ഞ് വിലപിക്കുന്നുവെന്ന് കേൾക്കാനിടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹംസയ്ക്ക് വേണ്ടി കരയാൻ ആരുമില്ലേ? അൻസാർ സ്ത്രീകൾ ഇതറിഞ്ഞപ്പോൾ അവർ ഹംസയുടെ ഷഹാദത്തിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതിനിടയിൽ ഉറക്കം വന്നു. മസ്ജിദിൽ നിന്ന് അല്പം അകലെയാണെന്ന് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നപ്പോൾ സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് ഇവർ ഹംസയുടെ പേരും പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുമോ? നിർത്തുകയില്ലേ? അവരോട് തിരികെ പോകാൻ പറയുക.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പിരിഞ്ഞു പോകാനും ഇന്നേക്ക് ശേഷം മരണപ്പെട്ട ആർക്കു വേണ്ടിയും വിലാപവും കണ്ണൂക്കും അരുതെന്ന് നിർദ്ദേശിച്ചു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടവർക്ക് വേണ്ടി കരഞ്ഞ് വിലപിക്കുന്നത് അനുവദനീയമല്ലെന്ന് പ്രഖ്യാപിക്കുകയും എല്ലാത്തരം കണ്ണൂക്കും അവസാനിപ്പിക്കുകയും ചെയ്തു. വളരെ യുക്തിസഹമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാർ സ്ത്രീകളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്തു. അവരെ തങ്ങളുടെ ഭർത്താക്കന്മാരുടെയും സഹോദരന്മാരുടെയും വേർപാടിൽ കരയുന്നതിൽ നിന്ന് തടയുന്നതിന് പകരം ഹദ്രത്ത് ഹംസയെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി കരയാൻ ആരുമില്ലേ എന്നായിരുന്നു. ഹദ്രത്ത് ഹംസയുടെ ഷഹാദത്തിന് ശേഷം മൃതദേഹം അനാദരിച്ചത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതീവ ദുഃഖമുണ്ടായി. പക്ഷേ അൻസാർ സ്ത്രീകൾ കണ്ണൂക്ക് നിർത്തുന്നതിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആചാരത്തെ തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. സ്വന്തം മാതൃക കാണിക്കുകയും അവരോട് ക്ഷമ കൈക്കൊള്ളാൻ ഉപദേശിക്കുകയും ചെയ്തു. ഈ ഉപദേശം ഫലപ്രദമായിരുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹസ്രത്ത് ഹംസയുടെ വേർപാടിൽ ഉണ്ടായിരുന്ന വേദന അവസാന സമയം വരെയും നിലനിന്നിരുന്നു. എപ്പോഴും അതേപ്പറ്റി പറയുകയും ചെയ്തിരുന്നു. ഹസ്രത്ത് കഅബ് ബിൻ മാലിക് ഹംസയുടെ ഷഹാദത്തിൽ തൻ്റെ ശോകഗാനത്തിൽ പറയുന്നു, എൻ്റെ കണ്ണുകൾ ഹംസയുടെ മരണത്തിൽ അശ്രുപൊഴിക്കുന്നു. അവയ്ക്ക് കരയാൻ തീർച്ചയായും അവകാശമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ സിംഹത്തിൻ്റെ മരണത്തിൽ കരഞ്ഞു വിലപിച്ചതുകൊണ്ട് എന്ത് കാര്യം? ദൈവത്തിൻ്റെ സിംഹം ഹംസ രാവിലെ ഷഹീദായപ്പോൾ ഒരു ലോകം തന്നെ വിളിച്ചു പറഞ്ഞു, ഈ യോദ്ധാവാണ് ഷഹീദ്. ഹദ്രത്ത് മുസ്അബിൻ്റെ ഖബറടക്കത്തെ പറ്റി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് മുസ്അബിൻ്റെ മൃതദേഹത്തിനടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ ആയത്ത് പാരായണം ചെയ്തു. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹബഹു വമിൻഹും മൻ ഖദാ യന്തസിർ വമാ ബദലു തബ്ദീല. അള്ളാഹുവുമായി ചെയ്ത കരാർ പാലിച്ച ചില ആളുകൾ ആ സത്യവിശ്വാസികളിലുണ്ട്. അങ്ങനെ അവരിൽ ചിലർ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റി. അവരിൽ മറ്റു ചിലർ അവസരം കാത്തിരിക്കുന്നു. അവർ അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി യഷ്ഹദു അന്നകും ശുഹദാ ഇൻദല്ലാഹി യൗമിൽ ഖിയാമ. നിങ്ങൾ ഖിയാമത്ത് ദിവസവും അള്ളാഹുവിൻ്റെ സവിധത്തിൽ ശുഹദാക്കളായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സാക്ഷ്യം നൽകുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അവരെ സന്ദർശിച്ച് അവർക്ക് സലാം പറയുക. ആരുടെ കൈകളിലാണോ എൻ്റെ ജീവനുള്ളത് അവനാണ് സത്യം. അവർക്ക് ഖിയാമത്ത് വരെയും അവർക്ക് മേൽ സലാം പറയുക. ഇവർ പ്രസ്തുത സലാമിന് മറുപടി നൽകുന്നതാണ്. ഹദ്രത്ത് മുസ്അബിൻ്റെ സഹോദരൻ ഹദ്രത്ത് അബൂ റോം ബിൻ ഉമേർ, ഹദ്രത്ത് സബീത്ത് ബിൻ സാദ്, ഹദ്രത്ത് ആമിർ ബിൻ റബിയ എന്നിവരാണ് ഹദ്രത്ത് മുസ്അബിനെ ഖബറിൽ ഇറക്കിയത്. ഹദ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീനിൽ എഴുതുന്നു, ഉഹദിലെ ശുഹദാക്കളിൽ ഒരാൾ മുസ്അബ് ബിൻ ഉമേർ ആകുന്നു. ഇദ്ദേഹമാണ് ഇസ്ലാമിലെ ആദ്യത്തെ മുബല്ലിഗായി മദീനയിൽ എത്തിയത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഹദ്രത്ത് മുസ്അബ് മക്കയിലെ യുവാക്കൾക്കിടയിൽ ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള വ്യക്തിയായി ഗണിക്കപ്പെട്ടിരുന്നു. നല്ല വസ്ത്രവും ആഢ്യത്വവുമുള്ള ആളായിരുന്നു. വളരെയേറെ അനുഗ്രഹങ്ങളിലാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ തികച്ചും മാറിപ്പോയി. നിവേദനത്തിൽ പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിരവധി കണ്ടങ്ങൾ തുന്നിപ്പിടിപ്പിച്ചത് കണ്ടപ്പോൾ പഴയകാലം ഓർമ്മ വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കണ്ണുകൾ
ഈറനണിയുകയും ചെയ്തു. ഉഹദിൽ മുസ്അബ് ഷഹീദായപ്പോൾ ശരീരം മുഴുവൻ മറയ്ക്കാൻ പറ്റുന്ന വസ്ത്രം പോലും അദ്ദേഹത്തിന്റെ പക്കൽ ഇല്ലായിരുന്നു. കാൽ മറച്ചാൽ ശിരസും, ശിരസ് മറച്ചാൽ കാലും വെളിപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിരസ് തുണി കൊണ്ട് മറയ്ക്കാനും കാലിന്റെ ഭാഗത്ത് പുല്ലും മറ്റും വയ്ക്കാനും കൽപ്പിക്കുകയുണ്ടായി. ഉഹദ് യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ ചെയ്യുകയുണ്ടായി. അതേപ്പറ്റി പറയുന്നു, ഹദ്റത്ത് റിഫാ ബിൻ റാഫി സർക്കി നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ മറവടക്കിയതിനു ശേഷം തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റിലും ഉണ്ടായിരുന്നു. അധികം പേരും പരുക്ക് പറ്റിയവരായിരുന്നു. ബനു സൽമയുടെയും ബനു അബ്ദുൽ അഷ്അലിന്റെയും പരുക്കുകൾ കൂടുതലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ 14 മഹിളകളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയ്ക്ക് കീഴിൽ എത്തിയപ്പോൾ പറഞ്ഞു, എല്ലാവരും സഫായി നിൽക്കുവിൻ, ഞാൻ എൻ്റെ നാഥനെ സ്തുതികീർത്തനം ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ പുരുഷന്മാരും അവർക്ക് മുന്നിൽ സ്ത്രീകളും അണിയണിയായി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചൊല്ലി, അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു അല്ലാഹുമ്മ ലാ ഖാബിദ ലിമാ ബസത്ത വലാ ബാസിത ലിമാ ഖബസ്ത വലാ ഹാദിയ ലിമൻ അസ്ലൽത വലാ മുസില്ല ലിമൻ ഹദൈത വലാ മുഅതിയ ലിമാ മനാഅത വലാ മാനിയ ലിമാ ആതൈത വലാ മുഖർരിബ ലിമാ ബഅത്ത വലാ മുബഇദ ലിമാ ഖറബ്ത اللهم ابسط علينا من بركاتك ورحمتك وفضلك ورزقك اللهم إنا نسألك النعيم المقيم الذي لا يهول ولا يزول اللهم إنا نسألك النعيم يوم العيلة اللهم إنا نسألك الأمن يوم الخوف والغنى يوم الفقر اللهم إني أعوذ بك من شر ما أعطيتنا ومن شر ما منعتنا اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم توفنا مسلمين وأحينا مسلمين وألحقنا بالصالحين غير خزايا ولا مفتونين اللهم قاتل الكفرة الذين يكذبون رسلك ويصدون عن سبيلك واجعل عليهم رزقك وعذابك اللهم قاتل الكفرة الذين أوتوا الكتاب وإله الحق آمين. അതായത്, അള്ളാഹുവെ, എല്ലാ സ്തുതിയും നിനക്കാകുന്നു. അള്ളാഹുവെ, നീ വിശാലമാക്കിയത് തടയാൻ ആർക്കും സാധ്യമല്ല. നീ തടയുന്നത് ആർക്കും വിശാലമാക്കാനും കഴിയില്ല. നീ വഴിയേടിലാക്കിയവന് സന്മാർഗം നൽകാനും ആർക്കും കഴിയില്ല. നീ സന്മാർഗം നൽകിയവനാർക്കും ദുർമാർഗത്തിലാക്കാനും സാധ്യമല്ല. നീ തടയുന്ന കാര്യങ്ങൾ നൽകാൻ ആരുമില്ല. നീ നൽകുന്ന കാര്യങ്ങൾ തടയാനും ആർക്കും സാധ്യമല്ല. നീ അകറ്റുന്നവനാർക്കും സമീപസ്ഥനാക്കാൻ കഴിയില്ല. നീ സമീപസ്ഥനാക്കിയവനാർക്കും അകറ്റാനും കഴിയില്ല. അള്ളാഹുവെ, ഞങ്ങൾക്ക് മേൽ നിന്റെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യം വർഷിക്കണമേ. നിന്റെ അനുഗ്രഹവും ഉപജീവനവും മുഖേന വിശാലത നൽകണമേ. അള്ളാഹുവെ, നിന്നോട് ഞങ്ങൾ ഒരിക്കലും അറുതിയില്ലാത്തതും നശിക്കാത്തതുമായ തായിയായ അനുഗ്രഹങ്ങൾ ചോദിക്കുന്നു. അള്ളാഹുവെ, നിന്നോട് ഞങ്ങൾ ഭയപ്പാടുള്ള ദിവസവും സമാധാനവും പട്ടിണിയിൽ നിരാശ്രയത്വവും ചോദിക്കുന്നു. അള്ളാഹുവെ, നീ നൽകിയ സാധനങ്ങളുടെ ദ്രോഹത്തിൽ നിന്നും നിന്നിൽ അഭയം തേടുന്നു. അതിൻ്റെ ദ്രോഹത്തിൽ നിന്ന് നീ ഞങ്ങളെ വിലക്കിയിരിക്കുന്നു. അള്ളാഹുവെ, വിശ്വാസം ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കണമേ. അതിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ അലങ്കാരമാക്കണമേ.
ഞങ്ങൾക്ക് നിഷേധവും പരിധിലംഘനവും ധിക്കാരവും അനിഷ്ടകരമാക്കണമേ. ഞങ്ങളെ നേർമാർഗത്തിൽ ചരിക്കുന്നവരാക്കണമേ. അള്ളാഹുവെ, ഞങ്ങളെ മുസ്ലിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മരിപ്പിക്കണമേ. മുസ്ലിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് പുനരുദ്ധാനം നൽകണമേ. ഞങ്ങളെ നന്മയുള്ളവരുടെ കൂടെ ചേർക്കണമേ. ഞങ്ങളെ നിന്ദരാക്കരുതേ. ഞങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തരുതേ. അള്ളാഹുവെ, നിന്റെ ദൂതന്മാരെ കളവാക്കുന്ന, നിഷേധിക്കുകയും നിന്റെ മാർഗത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവരെ നശിപ്പിക്കണമേ. അവർക്ക് മേൽ നിന്റെ ശിക്ഷയും ഇറക്കണമേ. അള്ളാഹുവെ, നിന്റെ ദാസന്മാരായ അഹ്ലെ കിതാബിലെ കാഫിര്യങ്ങളെ നശിപ്പിക്കണമേ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആയാണ് അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ചൊല്ലിയത്. ഉഹദ് യുദ്ധത്തിൽ സഹാബിയത്ത് ഭാഗവാക്കായത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. കൂടുതലായി ചില കാര്യങ്ങൾ പറയാം. ഹദരത്ത് ഉമ്മു സൽമയെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നു, അവർ ഉഹദ് യുദ്ധത്തിൽ ഭാഗവാക്കായിട്ടുണ്ടായിരുന്നു. ഹദരത്ത് മുത്തലബ് ബിൻ അബ്ദുല്ല ബിൻ ഹൻതബ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെട്ട ദിവസം രാത്രിയിൽ മദീനയ്ക്കടുത്ത് ഷെഖൈൻ എന്ന സ്ഥലത്ത് രാത്രി തങ്ങിയിരുന്നു. അവിടേക്ക് ഹദരത്ത് ഉമ്മു സൽമ പുഴുങ്ങിയ ഒരു ഭക്ഷണപദാർത്ഥം കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ നബീസ എന്ന പാനീയവും കൊണ്ടുവന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിക്കുകയും ചെയ്തു. നിവേദകൻ പറയുന്നു, നബീസ ഹരീര പോലെയുള്ള ഒരു ദ്രവപദാർത്ഥമാണെന്ന് ഞാൻ കരുതുന്നു. ഹദരത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഉഹദ് ദിവസം ഞാൻ ഹദരത്ത് ആയിഷ സിദ്ദീഖയെയും എൻ്റെ മാതാവ് ഉമ്മു സൽമയെയും കണ്ടിരുന്നു. അവർ പാത്രങ്ങളിൽ വെള്ളം നിറച്ച് കൊണ്ടുവരികയും ദാഹമുള്ളവർക്ക് കുടിപ്പിക്കുകയും ചെയ്തിരുന്നു. ബുഖാരിയുടെ നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഉഹദ് ദിവസം ജനങ്ങൾ പരാജയപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരുപാട് ദൂരെയായിപ്പോയി. നിവേദകൻ പറയുന്നു, ഞാൻ ഹദരത്ത് ആയിഷ ബിൻത്ത് അബൂബക്കറിനെയും ഹദരത്ത് ഉമ്മു സൽമയെയും കാണുകയുണ്ടായി. അവർ വസ്ത്രങ്ങൾ നല്ലപോലെ മുറുക്കി കെട്ടിയിരുന്നു. അവരുടെ കണങ്കാലിലുള്ള പാദസരം കാണുന്നുണ്ടായിരുന്നു. അവർ വേഗം വേഗം വെള്ളം നിറച്ച പാത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അവർ തങ്ങളുടെ പുറത്ത് വെള്ളം നിറച്ച പാത്രങ്ങളേറ്റി വന്നിരുന്നു. പിന്നെ അവർ പരിക്കേറ്റവരുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു, അതായത് വെള്ളം കുടിപ്പിച്ചിരുന്നു. പിന്നെ തിരിച്ചുപോയി വെള്ളം കൊണ്ടുവരികയും ജനങ്ങളുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഹദരത്ത് അബൂ സയ്യിദ് ഖുദ്രിയുടെ മാതാവ് ഉമ്മു സുലൈത്തും ദൂരെ നിന്ന് പാത്രങ്ങളിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്നിരുന്നു. മറുഭാഗത്ത് പരിക്കേറ്റവർക്കും ദാഹമുള്ളവർക്കും വെള്ളം നൽകിയിരുന്നു. ഹദരത്ത് ഉമ്മ അത്തിയയും ഇതേ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ മറ്റ് ചില സ്ത്രീകൾ അമ്പും വാളുമേന്തി ശത്രുക്കളോട് നേർക്കുനേർ യുദ്ധം ചെയ്യുകയുമുണ്ടായി. അവരിലൊരാൾ ഉമ്മു അമ്മാറയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇബ്നു കമിയ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ യാതൊരു ഭയവും കൂടാതെ പ്രസ്തുത കുതിരപ്പടയാളിക്ക് മുന്നിൽ നേർക്കുനേർ ഉറച്ചു നിന്ന് പടവരുതി. അയാളെ പല പ്രാവശ്യം ആക്രമിച്ചുകൊണ്ട് പരാജയം സമ്മതിക്കാൻ അയാളെ നിർബന്ധിക്കുകയുണ്ടായി. ഇബ്നു അബി ഷൈബയും ഇമാം അഹ്മദ് ബിൻ ഹംബലും അബ്ദുല്ലാ ബിൻ മസ്ഊദിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഉഹദ് ദിവസം സ്ത്രീകൾ മുസ്ലിങ്ങൾക്ക് പിന്നിൽ മുശ്രിക്കീങ്ങളിലെ പരിക്കേറ്റവരെ മരണക്കയത്തിലേക്ക് തള്ളിവിട്ടു. ചില സഹാബിയത്ത് ഉഹദ് രണാങ്കണത്തിൽ യുദ്ധത്തിന് ശേഷമാണ് എത്തിയത്. വിവരണത്തിൽ പറയുന്നു, മുശ്രിക്കീങ്ങൾ തിരിച്ചുപോയപ്പോൾ സ്ത്രീകൾ സഹാബാക്കൾക്ക് പിന്നിൽ എത്തുകയുണ്ടായി. അവരിൽ ഹസ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ തിരുനബിയെ വാരിപ്പുണരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുറിവുകൾ കഴുകാൻ തുടങ്ങുകയും ചെയ്തു. അലി പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ രക്തം കൂടുതലായി ഒഴുകുകയാണ് ഉണ്ടായത്. ഹദരത്ത് ഫാത്തിമ ഒരു പായയുടെ കഷ്ണം കത്തിച്ച് ചാരമാക്കി മുറിവിന് മുകളിൽ വയ്ക്കുകയുണ്ടായി. അത് മുറിവുമായി ചേരുകയും രക്തം വരുന്നത് നിൽക്കുകയും ചെയ്തു. ഹദരത്ത് ആയിഷ ഉഹദിലെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി മദീനയിലെ സ്ത്രീകളോടൊപ്പം വീടിന് പുറത്തേക്ക് വന്നു. ആ സമയത്ത് പർദ്ദയുടെ കൽപ്പന ഇറങ്ങിയിട്ടില്ലായിരുന്നു.
ഹദ്രത്ത് ആയിഷ ഹറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹിന്ദ് ബിൻ തമറിനെ അവർ കണ്ടുമുട്ടി. ഇവർ ഹദ്രത്ത് അബ്ദുല്ല ബിൻ അമറിൻ്റെ സഹോദരിയായിരുന്നു. ഹദ്രത്ത് ഹിന്ദ് തൻ്റെ ഒട്ടകത്തെ തളിച്ചു വരികയായിരുന്നു. ഒട്ടകത്തിനു മുകളിൽ അവരുടെ ഭർത്താവ് ഹദ്രത്ത് അമ്ര ബിൻ ജമൂഹിൻ്റെയും മകൻ ഹദ്രത്ത് ഖല്ലാദ് ബിൻ അമ്രിൻ്റെയും സഹോദരൻ ഹദ്രത്ത് അബ്ദുല്ല ബിൻ അമറിൻ്റെയും മൃതദേഹമുണ്ടായിരുന്നു. ഹദ്രത്ത് ആയിഷ രണാങ്കണത്തിലെ വാർത്തകൾ അറിയാൻ ശ്രമിക്കുകയായിരുന്നു. ഹദ്രത്ത് ആയിഷ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പിന്നിലുള്ള ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഹദ്രത്ത് ഹിന്ദ് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പിന്നെ എല്ലാ മുസീബത്തും എളുപ്പമായി തീരുന്നതാണ്. തൻ്റെ അടുത്ത 3 ബന്ധുക്കളുടെ, അതായത് ഭർത്താവിൻ്റെയും മകൻ്റെയും സഹോദരൻ്റെയും മൃതദേഹങ്ങൾ വഹിച്ചു കൊണ്ടുവരികയാണ്. പക്ഷേ ചോദിച്ചപ്പോൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഖ്യത്തിലാണെങ്കിൽ പിന്നെ എല്ലാം നല്ലതാണ്. ഇവരെ ഞാൻ ഇപ്പോൾ മറവെടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഖ്യത്തിലാണെങ്കിൽ പിന്നെ മറ്റൊരു പ്രശ്നവും തന്നെയില്ല. ഹദ്രത്ത് അമ്മാർ നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധ ദിവസം ഞാൻ ആളുകളെല്ലാം എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ പുറപ്പെട്ടു. എൻ്റെ പക്കൽ വെള്ളം നിറച്ചൊരു പാത്രമുണ്ടായിരുന്നു. അത് ഞാൻ പരിക്കേറ്റവർക്ക് കുടിപ്പിക്കാൻ കരുതിയതാണ്. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലെത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കിടയിൽ ആയിരുന്നു. മുസ്ലിങ്ങളുടെ ഭാഗം സുശക്തമായിരുന്നു. പിന്നെ പെട്ടെന്നാണ് മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചത്. ഞാൻ അതിവേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലെത്തി നിന്നുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ശത്രുക്കൾ എത്തുന്നത് ഞാൻ വാളുകൊണ്ട് തടഞ്ഞുകൊണ്ടിരുന്നു. അതോടൊപ്പം അമ്പുകൾ എയ്യുന്നുമുണ്ടായിരുന്നു. അവസാനം ഇതേ അവസ്ഥയിൽ എനിക്ക് പരുക്കം പറ്റി. ഒരു ചരിത്രകാരൻ വിവരിക്കുന്നു, ഉഹദ് യുദ്ധത്തിൽ യുദ്ധം ചെയ്യുകയും പരാജയവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിന് വേണ്ടി യോദ്ധ്രവീര്യത്തോടെ അമ്പയുകയും ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ഹദരത്ത് അമ്മാറയായിരുന്നു. അതായത് അമ്മാറ നസീബ മാസീന. അമ്മാറയെ കൂടാതെ മറ്റൊരു സ്ത്രീയെക്കുറിച്ചും ഉഹദ് ദിവസം യുദ്ധത്തിൽ പങ്കെടുത്തതായി തെളിയുന്നില്ല. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നു, മുസ്ലിങ്ങളിലെ ചില സ്ത്രീകൾ മുശ്രിക്കുകൾ മാറിപ്പോയപ്പോൾ മദീനയിൽ നിന്ന് യുദ്ധമൈതാനത്തേക്ക് പുറപ്പെട്ടു. അവർ പരിക്കേറ്റവരെ സഹായിക്കുകയും വെള്ളം കുടിക്കാൻ നൽകുകയും മറ്റുമുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കായി. ഈ സ്ത്രീകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി ഹദ്രത്ത് ആയിഷയും മകൾ ഫാത്തിമത്തു സുഹറയും ഉണ്ടായിരുന്നു. ബുഖാരിയിൽ ഒരു നിവേദനത്തിൽ നിവേദകൻ പറയുന്നു, ഞാൻ ഹദ്രത്ത് ആയിഷയെയും ഹദ്രത്ത് സുലൈമിനെയും കണ്ടിരുന്നു. ഇവർ വളരെ വേഗത്തിൽ വെള്ളം നിറച്ച പാത്രങ്ങളും മുതുകിലേറ്റി ജനങ്ങളുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ തിരിച്ചുപോയി വെള്ളം നിറച്ച് വരികയും പരിക്കേറ്റവരുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരു ഗ്രന്ഥകാരൻ എഴുതുന്നു, ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ചില മുസ്ലിം സ്ത്രീകൾ സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു. ഇവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വളർത്തുമാതാവ് ഐമനും ഉണ്ടായിരുന്നു. ചരിത്രകാരന്മാർ എഴുതുന്നു, മുസ്ലിങ്ങളുടെ പരാജയപ്പെട്ട സംഘം മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഐമനെ കണ്ടുമുട്ടി. അവർ ഈ വരുന്നവർക്ക് നേരെ തൻ്റെ കയ്യിൽ മണ്ണെടുത്തെറിയുകയുണ്ടായി. ചിലരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചർക്ക എടുത്തുകൊള്ളൂ. അതിലാണ് സ്ത്രീകൾ നൂൽ നൂറ്റിരുന്നത്. നിങ്ങളുടെ വാളുകൾ ഞങ്ങൾക്ക് തരൂ. നിങ്ങൾ സ്ത്രീകൾ ജോലി ചെയ്യുക. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കെൽപ്പില്ല. തുടർന്ന് വളരെ ശീഘ്രഗതിയിൽ രണാങ്കണത്തിലെത്തി. ഹദ്രത്ത് ഐമൻ പരിക്കേറ്റവരെ സഹായിക്കാൻ തയ്യാറായി വന്നതാണ്. പക്ഷേ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുശ്രിക്കീങ്ങളുടെ അമ്പുകളും കൊള്ളുകയുണ്ടായി. ഇബ്നു അസീർ അൽ കാമിലു ഫി താരീഖ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹദ്രത്ത് ഐമൻ സൈന്യത്തിൽ പരിക്കേറ്റവർക്ക് വെള്ളം നൽകുകയായിരുന്നു. ഹബാൻ ബിൻ അർക്ക അവർക്ക് നേരെ അമ്പെയ്തു. അങ്ങനെ അവർ വീഴുകയും നഗ്നയാവുകയും ചെയ്തു. അതുകണ്ട് ദൈവത്തിന് ശത്രുക്കൾ ഒരുപാട് ചിരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് വളരെയേറെ അസ്വസ്ഥതയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് സഅദ് ബിൻ അബി വക്കാസിന് മുനയില്ലാത്ത ഒരു അമ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എയ്യുക. ഹദ്രത്ത് സഅദ് അത് എയ്തപ്പോൾ പ്രസ്തുത അമ്പ് ഹബാന്റെ നെഞ്ചിലാണ് തെറിച്ചത്. അയാൾ മലർന്നടിച്ചു വീഴുകയും അയാളുടെ നഗ്നത വെളിപ്പെടുകയും ചെയ്തു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് അബൂ ഐമന് വേണ്ടി പകരം ചോദിച്ചിരിക്കുന്നു. ചില ചരിത്രകാരന്മാർ എഴുതുന്നു, യുദ്ധാവസാനം ചില മുസ്ലിം സ്ത്രീകൾ യുദ്ധമൈതാനത്തിലെത്തി. ചരിത്രകാരൻ തുടരുകയാണ്, ഈ ഉന്നതസ്ഥാനീയരായ സ്ത്രീകൾ യുദ്ധമൈതാനത്തെത്തിയ സമയത്ത് മുസ്ലിങ്ങൾ മുശ്രിക്കീങ്ങളെ പിന്തുടരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ വിജയലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരുന്നു. ചുരുക്കത്തിൽ മുസ്ലിം സ്ത്രീകൾ ഉഹദ് യുദ്ധമൈതാനത്തെത്തിയ സമയം ഒന്ന്, ഇതെല്ലാം അനുമാനങ്ങളാകുന്നു. അവർ മുസ്ലിം സൈന്യത്തിൽ സൈനികരായി ഭാഗവാക്കായിട്ടുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ വിജയിച്ചു എന്ന പ്രാരംഭ വാർത്ത മദീനയിലെത്തിയപ്പോൾ പ്രസ്തുത വാർത്ത കേട്ട് അവർ ഉഹദിലേക്ക് വന്നതായിരിക്കാം. പക്ഷെ അപ്പോഴേക്കും യുദ്ധഗതി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളും യുദ്ധത്തിൽ പങ്കാളികളായതായിരിക്കാം. രണ്ടാമത്തെ അനുമാനം എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് വാർത്ത എത്തിയപ്പോൾ ജീവത്യാഗസന്നദ്ധരായ പ്രസ്തുത സ്ത്രീകൾ അസ്വസ്ഥരായി ഉഹദിലേക്ക് പുറപ്പെട്ടതായിരിക്കും. പിന്നെ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിരോധ യുദ്ധവും ചെയ്തതായിരിക്കാം. അതോടൊപ്പം പരിക്കേറ്റവരുടെ മുറിവുകളും കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടാകാം. ഏതായാലും അള്ളാഹുവിന് തന്നെ നന്നായി അറിയാം. ഉഹദ് യുദ്ധ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് സഅദ് നിവേദനം ചെയ്യുന്നു, ഉഹദ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയുടെ മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടി. പറയുന്നു, മുശ്രിക്കീങ്ങളിൽ ഒരാൾ മുസ്ലിങ്ങൾക്കിടയിൽ യുദ്ധത്തീ പടർത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സഅദിനോട് പറഞ്ഞു, നിങ്ങൾ അമ്പെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ മാതാപിതാക്കൾ നിങ്ങൾക്ക് മേൽ ദണ്ഡമായിരിക്കട്ടെ. അതായത് മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടുക എന്നതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മാതാപിതാക്കൾ നിങ്ങൾക്ക് മേൽ ദണ്ഡമായിരിക്കട്ടെ എന്ന് പറയുകയുണ്ടായി. ഹദ്റത്ത് സഅദ് പറയുന്നു, ഞാൻ മുനയില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അമ്പ് ശത്രുവിന് നേരെ തൊടുത്തു വിടുകയുണ്ടായി. അങ്ങനെ അയാൾ മരണപ്പെട്ടു. അയാളുടെ നഗ്നത വെളിപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. മറ്റൊരു നിവേദനത്തിൽ ഈ സംഭവം ഇങ്ങനെ വന്നിരിക്കുന്നു, ചില ചരിത്ര പുസ്തകങ്ങൾ ഹബാൻ എന്ന് പേര് വന്നിട്ടുള്ള ഈ മുശ്രിക്ക് അമ്പെയ്തപ്പോൾ ഹദ്റത്ത് ഉമ്മു ഐമന്റെ മടിത്തട്ടിലാണ് പതിച്ചത്. അവരാകട്ടെ ആ സമയത്ത് പരിക്കേറ്റവർക്ക് വെള്ളം കുടിപ്പിക്കുകയായിരുന്നു. ഹബാൻ ചിരിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സഅദിന് ഒരു അമ്പ് കൊടുക്കുകയുണ്ടായി. പ്രസ്തുത അമ്പ് ഹബാന്റെ തൊണ്ടയിലാണ് കൊണ്ടത്. അയാൾ പിന്നിലേക്ക് മറിഞ്ഞു വീണു. അതിൽ അയാളുടെ നഗ്നതയും വെളിപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുകയും പുഞ്ചിരി തൂകുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ ഔദാര്യം ഓർത്തുകൊണ്ടായിരുന്നു. അള്ളാഹു ഒരു കഠിന ശത്രുവിനെ മുനയില്ലാത്ത അമ്പുകൊണ്ട് വഴിയിൽ നിന്ന് മാറ്റുകയുണ്ടായി. അത് ഒരു കണക്കിന് നീളമുള്ള വടി മാത്രമായിരുന്നു. അതാണ് അയാളെ കൊന്നത്. ഒരു ഗ്രന്ഥകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യത്തെയും ഉൾക്കാഴ്ചയെയും കുറിച്ച് വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഖുറൈശി കുതിരപ്പടയാളികൾ അബ്ദുല്ലാ ബിൻ ജുബൈറിനെയും കൂട്ടാളികളെയും ഷഹീദാക്കി മുസ്ലിം സൈന്യത്തിന്റെ പിന്നിലൂടെ രംഗത്തേക്ക് വന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 9 സഹാബാക്കളുടെ സംഘം മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് മുജാഹിദീങ്ങൾ ശത്രുക്കളെ പിന്തുടർന്നുകൊണ്ട് യുദ്ധമൈതാനത്ത് വളരെ ദൂരെ എത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് ബിൻ വലീദിനെയും ഖുറൈശി കുതിരപ്പടയാളികളെയും കണ്ടപ്പോൾ വളരെ ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പടയാളികളെ കണ്ട മാത്രയിൽ തന്നെ വളരെ എളുപ്പത്തിൽ സ്വയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാമായിരുന്നു. അങ്ങനെയാകുമ്പോൾ മുസ്ലിം സൈന്യത്തിന് ഒരുപാട് നഷ്ടം സംഭവിക്കുമായിരുന്നു. തന്നെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും തന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ പോലും ഇസ്ലാമിക സൈന്യത്തിന് നഷ്ടങ്ങൾ വന്നു ഭവിക്കുമായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പോകുന്ന സൈന്യത്തിൻ്റെ വഴി പിന്തുടരുന്നതിന് പകരം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മുസ്ലിം സൈന്യം അത് കേട്ട് പിന്നിലേക്ക് നോക്കിയപ്പോൾ, അതായത് മുസ്ലിം സൈന്യം വളരെ ദൂരെ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് മുമ്പേ ഖുറൈശി പട്ടാളക്കാരുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം എത്തേണ്ടതും അനിവാര്യമായിരുന്നു. പരീക്ഷണത്തിൻ്റെ പ്രസ്തുത ഘട്ടത്തിലും ധൈര്യത്തിൻ്റെ അനന്യമായ ആശ്ചര്യാവഹമായ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവനെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് സഹാബാക്കളുടെ ജീവൻ രക്ഷിക്കാൻ തീരുമാനിച്ചു.
വളരെ ഉച്ചത്തിൽ സഹാബാക്കളെ വിളിച്ചുകൊണ്ടിരുന്നു, അള്ളാഹുവിൻ്റെ ദാസന്മാരെ ഇങ്ങോട്ട് വരുവിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം രണാങ്കണത്തിൽ മുഖരിതമായി. സഹാബാക്കൾക്കും കാര്യങ്ങളുടെ ദുർബലാവസ്ഥ സംബന്ധിച്ച് തിരിച്ചറിവുണ്ടായി. അവർ ഒരുപാട് ദൂരത്തായിരുന്നു. അതുകൊണ്ട് അവർക്ക് മുമ്പേ ഖുറൈശി കുതിരപ്പടയാളികളുടെ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ചു. മറ്റ് കുതിരപ്പടയാളികൾ വളരെ വേഗം മുസ്ലിങ്ങളെ വളയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിക്കേറ്റെങ്കിലും ബോധക്ഷയമുണ്ടായില്ല. സഹാബാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിനെക്കുറിച്ചും വിവരണങ്ങളുണ്ട്. അതിനകത്ത് സഅദ് ബിൻ അബി വക്കാസിന്റെ സഹോദരൻ ഉത്ബ ബിൻ അബി വക്കാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഒരു കല്ലെറിയുകയുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്താണ് കൊണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെ താഴെയുള്ള 2 പല്ലുകൾ, അതായത് കൂർത്ത പല്ലുകൾക്കിടയിലുള്ള 2 എണ്ണം പൊട്ടിപ്പോയി. മാത്രമല്ല കീഴ്ചുണ്ടിനും മുറിവേറ്റു. ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു, പല്ലിൻ്റെ ഒരു കഷ്ണം പൊട്ടിപ്പോയിരുന്നു, വേരോടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബ ബിൻ അബി വക്കാസിനെതിരിൽ ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ യഹൂലു അലൈഹിൽ ഹൗലു ഹത്താ യമൂത കാഫിർ. അള്ളാഹുവെ, ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേ ഇയാൾക്ക് കാഫിറായ അവസ്ഥയിൽ തന്നെ നീ മരണം നൽകണമേ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ സ്വീകരിച്ചു. അയാളെ അന്നേ ദിവസം തന്നെ ഹാത്തിബ് ബിൻ അബി ബൽത്ത കൊല്ലുകയുണ്ടായി. ഹദ്റത്ത് ഹാത്തിബ് പറയുന്നു, ഉത്ബ ബിൻ അബി വക്കാസിന്റെ ഈ ലജ്ജാവിഹീനമായ തൻ്റെ ഇടം കണ്ടപ്പോൾ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഉത്ബ എങ്ങോട്ടാണ് പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇന്ന ഭാഗത്തേക്ക് പോയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അയാളെ പിന്തുടർന്ന് പുറപ്പെട്ടു. അങ്ങനെ അയാൾ ഒരിടത്ത് കാണുകയുണ്ടായി. ഞാൻ തൽക്ഷണം വാളുകൊണ്ട് അയാളെ വെട്ടുകയും അയാളുടെ ശിരസ് മുറിഞ്ഞ് ദൂരേക്ക് വീഴുകയും ചെയ്തു. ഞാൻ മുന്നോട്ട് ഗമിച്ച് അയാളുടെ വാളും കുതിരയും കൈക്കലാക്കി. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കേട്ടപ്പോൾ 2 തവണ ഇങ്ങനെ പറഞ്ഞു, റളിയല്ലാഹു അൻക, റളിയല്ലാഹു അൻക. അതായത് അള്ളാഹു നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉഹദ് യുദ്ധാവസരത്തിൽ ഹദ്റത്ത് ഉമ്മ അമ്മാറ, അതായത് നസീബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഹദ്റത്ത് സയ്യിദ് ബിൻ ആസിമും അവരുടെ 2 മക്കളായ ഖുബൈബും അബ്ദുല്ലായും യുദ്ധത്തിന് വേണ്ടി പോയിരുന്നു. ഞാൻ നേരത്തെയും ഇത് വിവരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം നൽകട്ടെ. അപ്പോൾ ഹദ്റത്ത് ഉമ്മ അമ്മാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വർഗത്തിലും അങ്ങയോടൊപ്പം ഉണ്ടാകാൻ ദുആ ചെയ്താലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, ഇവരെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാക്കണമേ. ഹദ്റത്ത് ഉമ്മ അമ്മാറ പറയുന്നു, ഇനി എനിക്ക് ഈ ലോകത്ത് എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് എനിക്കൊരു അസ്വസ്ഥതയുമില്ല. ഇതായിരുന്നു ആത്മാർത്ഥരായ ആ സഹാബിയത്തിൻ്റെ ധൈര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹബന്ധത്തിൻ്റെയും കൂറിൻ്റെയും മാതൃക. അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കുന്നതിനും അവൻ്റെ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുന്നതിനും മുന്നിൽ ഭൗതിക ലോകത്തെ അവർ നിസ്സാരമായി കരുതി. ഭൗതികരായ സ്ത്രീകൾക്ക് അത് വലിയ കാര്യമായിരിക്കാം, എന്നാൽ ഇവർ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന സ്ത്രീകളായിരുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. നമസ്കാരത്തിന് ശേഷം ഞാൻ ചില മർഹൂമികളുടെ ജനാസ നമസ്കരിക്കുന്നതാണ്, അവരെക്കുറിച്ചും പറയാം. ആദ്യത്തേത് സിറിയ നിവാസിയായ ജനാബ് ഖസാൻ ബിൻ ഖാലിദുൻ നഖീബ് സാഹിബിൻ്റേതാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 78-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടാതെ ഒരു മകനും മകളുമാണുള്ളത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ കാലഘട്ടത്തിൽ സ്വയം ബയ്യത്ത് ചെയ്തതായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തബ്ലീഗിൽ മകനും ബയ്യത്ത് ചെയ്തു. മകളും ഭാര്യയും ഇപ്പോൾ ബയ്യത്ത് ചെയ്തിട്ടില്ല. മർഹൂമിൻ്റെ മകൻ ഹുസാമുൻ നഖീബ് സാഹിബ് എഴുതുന്നു, എൻ്റെ പിതാവ് എൻ്റെ സുഹൃത്തുമായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു തന്നത്. 90കളുടെ മധ്യത്തിൽ പിതാവിന് ജമാഅത്തിനെ കുറിച്ച് അറിവ് കിട്ടിയത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ ലക്ക മാൽ അറബ് പ്രോഗ്രാം മുഖേനയാണ്. അതിനു മുമ്പ് വരെ ദീനിനെക്കുറിച്ചുള്ള പിതാവിൻ്റെ കാഴ്ചപ്പാട് ദീനെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പെരുമാറുക എന്നത് മാത്രമായിരുന്നു.
എന്നാൽ ലക്കാമാൽ അറിവ് കണ്ടതിന് ശേഷം പറയുന്നു, നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ലൊരു ദീനി പണ്ഡിതനെ കാണണമെങ്കിൽ അത് ഈ വ്യക്തി, അതായത് ഖലീഫത്തുൽ മസീഹ് റാബി മാത്രമാണ്. ശരിയായ ദീൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവർ പറയുന്നതാണ്. അന്ന് പിതാവിന് ഏകദേശം 50 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം നമസ്കാരം പഠിച്ചത്. അതിനു മുമ്പ് ഒരിക്കലും നമസ്കരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇക്കാര്യത്തിൽ എത്രമാത്രം ശുഷ്കാന്തി പുലർത്തിയെന്നാൽ അദ്ദേഹം നമസ്കാരങ്ങളോ തഹജ്ജുദോ ഒഴിവാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. പിതാവ് 2023 ബൈഅത്ത് ചെയ്തത്. ഒരു മാസത്തിന് ശേഷം എന്നെയും അതിൻ്റെ വക്താവാക്കി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളുടെ കാര്യമാണിത്. മൊറബി സിൽസില അബ്ദുൽ ഹൈ സാഹിബ് മുഖേന എനിക്ക് എഴുതുന്നു, പിതാവ് വസിയത്ത് പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോൾ ഉടൻ തന്നെ വസിയത്ത് പദ്ധതിയിൽ ചേർന്നു. അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യം നിങ്ങൾ വസിയത്ത് പുസ്തകം വായിക്കുക. അതിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞു, ഞാൻ ഇത് രണ്ടും തീർച്ചയായും വായിക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമാണ്. പക്ഷേ ഈ സംവിധാനത്തോടുള്ള സ്നേഹവും അതിൽ പങ്കെടുക്കുന്നതിന് ആവശ്യത്തിലും ഒരു തരത്തിലുള്ള മാറ്റവും കാണാൻ കഴിയുന്നതല്ല. മാത്രമല്ല അതിൻ്റെ പാരായണം എനിക്കതിൽ കൂടുതൽ ദൃഢജ്ഞാനം നൽകുന്നതാണ്. ഞാൻ ഉറപ്പിച്ചും പറയുന്നു, എനിക്കത് യാഥാർത്ഥ്യമാണെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു സംശയവുമില്ല. പിതാവിന് ജമാഅത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ജമാഅത്ത് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതെല്ലാം പാരായണം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ അതിനെ കമ്പ്യൂട്ടറിൽ തൻ്റെ ശൈലി അനുസരിച്ച് അതേക്കുറിച്ച് നോട്ട്സുകളും എഴുതിയിരുന്നു. അദ്ദേഹം അധികവും എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, അള്ളാഹു എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഖലീഫമാരുടെയും സാഹിത്യങ്ങൾ വായിച്ചു പൂർത്തിയാക്കാനുള്ള ആയുസ് നൽകിയാൽ മാത്രം മതി. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യപാദത്തിൽ നഷ്ടപ്പെടുത്തിയത് ഇവിടെ ഞാൻ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു. മർഹൂമിന് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അത് അദ്ദേഹം നിരവധി തവണ വായിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും മകൻ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവ് ആ വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിശദാംശങ്ങൾ എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെയും ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് നൽകുമായിരുന്നു. മർഹൂം ജുമാ ഖുത്ബ പുനഃപരിശോധന ചെയ്യുമായിരുന്നു. അതായത് ഇവിടെ നിന്ന് പോകുന്ന എൻ്റെ ലൈവ് ഖുത്ബയ്ക്ക്, അതേപോലെ തന്നെ അറബി ഡെസ്ക് നൽകുന്ന പുനഃപരിശോധനയ്ക്കുള്ള ജോലികൾക്ക് വേണ്ടിയും പലപ്പോഴും മണിക്കൂറുകളോളം ഇരിക്കുമായിരുന്നു. ചിലപ്പോൾ ഞാൻ വിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് ജമാഅത്ത് ജോലികളിൽ തന്നെയാണ് വിശ്രമം കിട്ടാറുള്ളത് എന്ന് പറയുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഖലീഫമാരുടെയും പുസ്തകങ്ങളുടെ തർജ്ജമ പുനഃപരിശോധിക്കുന്നതിനിടയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു. ബൈഅത്ത് ചെയ്തതിന് ശേഷം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സംഭവം ഇങ്ങനെ കേട്ടു. ബൈഅത്ത് ചെയ്തതിന് ശേഷം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സഹാബിയുടെ സംഭവം ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ബൈഅത്ത് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ വീടിൻ്റെ ഓരോ വാതിലിലും മുട്ടി എല്ലാവരോടും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം എന്ന കാര്യം പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ പിതാവും ഇതേ രീതി ശീലമാക്കി. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നവർ 5 നിമിഷത്തേക്ക് വന്നവരാണെങ്കിൽ പോലും അയാൾക്കും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കാര്യം തീർച്ചയായും പറഞ്ഞു കൊടുക്കുമായിരുന്നു. പറയുന്നു, എൻ്റെ ജോലി മസീഹ് മൗഊദ് അലൈഹി സ്വലാം വന്നു എന്ന് സന്തോഷ വാർത്ത നൽകുകയാണ്. ആർക്കെങ്കിലും മനസ്സിലായാൽ നല്ലത്. ഇനി മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ വിത്ത് വിതച്ചല്ലോ. അത് മുളപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ജോലിയാണ്. മാർഗദർശനം നൽകുന്നത് അള്ളാഹുവിൻ്റെ ജോലിയാണ്. സിറിയയിലുള്ള വസീം മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, ജുമാക്ക് ശേഷം മർഹൂം ഹൃദയവർജകമായ രീതിയിൽ അതിൻ്റെ ദർസ് നൽകുമായിരുന്നു. 2019 മുതൽ 22 വരെയും അദ്ദേഹം ഇഷാ സെക്രട്ടറിയായി സേവനം ചെയ്തു. മർഹൂമിന് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഏറെ താല്പര്യമുണ്ടായിരുന്നു. മാത്രമല്ല ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രയാസമുള്ള വാക്കുകളുടെ അർത്ഥവും വിശദീകരണങ്ങളും എഴുതി വച്ചിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദിൻ്റെ തഫ്സീർ കബീർ വായിച്ച് അതിൽ നിന്ന് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വേറെ തന്നെ എടുത്ത് സാമാന്യ ഹ്രസ്വമായി ഗ്രന്ഥരൂപത്തിൽ നൽകുകയുണ്ടായി. ഇത് ജമാഅത്തിൻ്റെ അറബി ഡെസ്ക് സൈറ്റിൽ ലഭ്യമാണ്. ജമാഅത്ത് അംഗങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ, ഇതിൽ നിന്ന് ഒരുപാട് പ്രയോജനമെടുക്കുന്നു. അത്തഖ്വ മാസികയുടെ എഡിറ്റർ പറയുന്നു, മർഹൂം നിരവധി നന്മകൾക്കുടമയായിരുന്നു. ഖിലാഫത്തുമായി അനിതര സാധാരണമായ ബന്ധത്തിൻ്റെയും കൂറിൻ്റെയും ബന്ധമായിരുന്നു. വാർദ്ധക്യത്തിലും നല്ല ജോലികളുള്ള സമയത്തും മർഹൂം വളണ്ടിയറായി അത്തഖ്വ മാസികയുടെ സേവനങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം തൻ്റെ ഭാഗ്യമായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. 7 വർഷം മർഹൂം തഖ്വ മാസികയുടെ പഴയ ലക്കങ്ങൾ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു മർഹൂമിനോട് പുറമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ.
അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം മുറബി സിൽസില ജലീസ് അഹമ്മദിൻ്റെ ഭാര്യ നൗഷാബ സാഹിബയുടേതാണ്. ഇദ്ദേഹം ഇവിടെ RK വിഭാഗത്തിലും അൽഹക്കമിലുമാണ് ജോലി ചെയ്യുന്നത്. ഇവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ റബുവയ്ക്കും ലാഹോറിനുമിടയിൽ ഒരു അപകടത്തിൽപ്പെട്ട് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സന്തപ്ത കുടുംബത്തിൽ ഭർത്താവിനെയും മാതാപിതാക്കളെയും കൂടാതെ 4 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ട്. മർഹൂമയുടെ വസിയത്തിലുള്ള നടപടികൾ നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മരണമുണ്ടായത്. ഏതായാലും നടപടികൾ നടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് വസിയത്തും ആകുന്നതാണ്. ഈ നിലയ്ക്ക് മൂസിയായിരുന്നു. അവരുടെ ഭർത്താവ് ജലീസ് അഹമ്മദ് എഴുതുന്നു, അള്ളാഹു എനിക്ക് വളരെ നന്മകൾക്ക് ഉടമയായ ഒരു ഭാര്യയെ തന്നതിൽ ഞാൻ അവരോട് ഒരുപാട് നന്ദി പറയുന്നു. അവർ ഒരു വാഖഫെ ജിന്ദഗിയെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുകയും ദീനിന് മുൻഗണന നൽകുകയും ചെയ്തു. ഒരിക്കൽ പോലും എന്നോട് എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചിട്ടില്ല. എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകാനാണ് ശ്രമിച്ചത്. ജമാഅത്തിൽ പല പദവികളും വഹിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറി, മാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി, വസായ എന്ന നിലയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. വളരെ ശ്രമകരമായും താല്പര്യത്തോടെയും ജോലികൾ നിർവഹിച്ചിരുന്നു. പറയുന്നു, എൻ്റെ ജോലികളിലും എന്നെ സഹായിച്ചിരുന്നു. ഒരിക്കലും എൻ്റെ ജമാഅത്തി ജോലികളിൽ ആക്ഷേപിക്കുകയോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ വഖഫിൻ്റെ ആത്മാവ് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നു. എല്ലാ റമദാനിലും 3 തവണ, ചിലപ്പോൾ 4 തവണ വിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കുമായിരുന്നു. ഖിലാഫത്തിനോട് ഗഹനമായ ആദരവും സ്നേഹവും ഉണ്ടായിരുന്നു. അവരുടെ മാതാവ് സൈബുന്നിസ സാഹിബ പറയുന്നു, മർഹൂമ എൻ്റെ ഏറ്റവും ഇളയ മകളായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന, ഇടപഴകുന്ന കുട്ടിയായിരുന്നു. ഞങ്ങളെ എല്ലാം നല്ലപോലെ സ്നേഹിച്ചിരുന്നു. എൻ്റെ മക്കളിൽ ഏറ്റവും കാര്യഗ്രഹമുള്ളവളായിരുന്നു. നമസ്കാര നോമ്പ് കാര്യങ്ങളിലും കൃത്യനിഷ്ഠയും ജമാഅത്തി ജോലികളിൽ മുൻപന്തിയിലും ഉണ്ടാകുമായിരുന്നു. ഞാൻ ഹാഫിസാബാദിലെ പീർക്കോട്ട് സാനി ഗ്രാമത്തിൽ ലജ്ന സദറായിരുന്നപ്പോൾ എൻ്റെ ജോലികളിൽ ഒരുപാട് സഹായിച്ചിരുന്നു. റബുവയിൽ വന്നും ജമാഅത്തി ജോലികളിൽ സഹായിച്ചിരുന്നു. സഹോദരൻ കാമ്രാൻ ഷാഹിദ് പറയുന്നു, മർഹൂമ ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ സഹാബി ഹദ്രത്ത് നിസാമുദ്ദീൻ സാഹിബ് ബാഫന്തിൻ്റെ പ്രപൗത്രിയായിരുന്നു. വലിയവരോടും ചെറിയവരോടും സ്നേഹവാത്സല്യത്തോടെ പെരുമാറിയിരുന്നു. എല്ലാവർക്കും വളരെ പ്രിയങ്കരിയായിരുന്നു. ഖിലാഫത്തിനോട് വളരെ ആത്മാർത്ഥമായ കൂറുള്ള ബന്ധമായിരുന്നു. അള്ളാഹു മർഹൂമയുടെ പദവികൾ ഉയർത്തുകയും എല്ലാവർക്കും, അവരുടെ മാതാപിതാക്കൾക്കും ഭർത്താവിനും സഹോദരന്മാർക്കും സബറും സഹനവും നൽകുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത അനുസ്മരണം റബുവിലെ മർഹൂം അബ്ദുൽ ഹമീദ് ഖാൻ സാഹിബിൻ്റെ ഭാര്യ റളിയ സുൽത്താന സാഹിബയുടേതാണ്. ഇവർ ഐവറി കോസ്റ്റ് അമീറും മുബല്ലിഗ് ഇൻചാർജുമായ അബ്ദുൽ ഖയ്യൂം പാഷ സാഹിബിൻ്റെ മാതാവായിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസം 92ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയ ആയിരുന്നു. ഖയ്യൂം പാഷ സാഹിബ് എഴുതുന്നു, ഇവർ തഹരീഖ് ജദീദ് മുൻ വക്കീൽ ലാല ചൗധരി ഹമീദുല്ല മർഹൂം സാഹിബിൻ്റെ സഹോദരിയും ആയിരുന്നു. മാതാപിതാക്കൾ 1929 ബയ്യത്ത് ചെയ്തത്. ആരംഭകാലം മുതലേ റുഹാനി ഖസായിൻ വായിക്കാൻ നല്ല താല്പര്യമായിരുന്നു. അവർ ജീവിതത്തിൽ നിരവധി തവണ റുഹാനി ഖസായിൻ വായനയോടൊപ്പം തഫ്സീറെ കബീറും ഇതര ജമാഅത്തി സാഹിത്യങ്ങളും വായിച്ചിട്ടുണ്ട്. തൻ്റെ മുഹല്ലയായ ദാറുൽ വസ്തിയിൽ ലജ്ന സദറും മാൽ സെക്രട്ടറി പദവികളിലും സേവനം ചെയ്തിട്ടുണ്ട്. പറയുന്നു, എൻ്റെ ചില കുടുംബക്കാർ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മകനല്ലേ ഉള്ളൂ, ഭർത്താവ് മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇവനെ ജാമ്യയിൽ നിന്ന് മുറബിയാക്കുന്നതിന് പകരം അവർക്കാകട്ടെ ജീവിക്കാനും അല്പം അലവൻസ് അല്ലാതെ മറ്റൊന്നും കിട്ടുന്നതല്ല. മറ്റേതെങ്കിലും ഫീൽഡിലേക്ക് വിട്ടാൽ മതി. മാതാവ് പറഞ്ഞു, ഇവൻ ജാമ്യയിൽ പഠിക്കുന്നതാണ്. ഉപജീവനത്തെ പറ്റിയാണെങ്കിൽ അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ. എനിക്ക് അവനിൽ പ്രതീക്ഷയുമുണ്ട്. പറയുന്നു, മാതാവിന് പെൻഷനോ മറ്റെന്തെങ്കിലും തുകയോ കിട്ടിയാൽ ഉടൻ നേരെ സെക്രട്ടറി മാലിൻ്റെ വീട്ടിൽ പോയി തൻ്റെ വസിയത്ത് ചന്ത കൊടുത്തു വരുമായിരുന്നു. ഒരിക്കലും മാൽ സെക്രട്ടറിക്ക് ചന്ത വാങ്ങാൻ ഞങ്ങളുടെ വീട്ടിൽ വരേണ്ടി വന്നിട്ടില്ല. അവരുടെ സന്തപ്ത കുടുംബത്തിൽ ഒരു മകനും 2 പെൺമക്കളും ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഐവറി കോസ്റ്റ് ഇൻചാർജ് മിഷണറി അബ്ദുൽ ഖയ്യൂം പാഷ സാഹിബ് ഇവരുടെ മകനാകുന്നു.
ഫീൽഡിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഉമ്മയുടെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തിന് സബറും സഹനവും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. അടുത്തത് ലാഹോറിലെ ഡോക്ടർ മുഹമ്മദ് സലീം സാഹിബിൻ്റെ ഭാര്യ ബുഷ്ര ബേഗം സാഹിബയുടേതാണ്. ഇവർ സീറാലിയോൺ മുബല്ലിഗ് ഇൻചാർജ് മുഹമ്മദ് നയീം അസ്ഹർ സാഹിബിൻ്റെ മാതാവാകുന്നു. കഴിഞ്ഞ ദിവസം 78-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 2 ആൺമക്കളും 5 പെൺമക്കളുമുണ്ട്. മകൻ നയീം അസ്ഹർ സാഹിബ് ഫീൽഡിലായതുകൊണ്ട് മാതാവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതായത് ഖബറടക്കത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നയീം അസ്ഹർ സാഹിബ് എഴുതുന്നു, മാതാവ് ജന്മന അഹമ്മദിയല്ലായിരുന്നു. പക്ഷേ കുടുംബക്കാരിൽ അഹമ്മദിയത്ത് ഉണ്ടായിരുന്നു. അവർ സത്യത്തെ അന്വേഷിക്കുകയുമായിരുന്നു. അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഒരുപാട് ദുആ ചെയ്തതിന് ശേഷം മനസ്സിന് തൃപ്തി വരികയുണ്ടായി. അവസാനം 1964 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു. ആയുഷ്കാലം മുഴുവൻ ഈ ബന്ധം കൂറോടുകൂടി നിലനിർത്താനും അഹമ്മദിയ മതത്തിനു വേണ്ടി എല്ലാ ത്യാഗത്തിനും എപ്പോഴും തയ്യാറുമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ദുആ ചെയ്യുന്ന 5 നേര നമസ്കാരങ്ങൾ കൃത്യനിഷ്ഠതയുള്ളതോടൊപ്പം തന്നെ തഹജ്ജുദ് നമസ്കാരം അനുഷ്ഠിക്കുന്ന നല്ല ധൈര്യവും സ്ഥൈര്യവുമുള്ള മഹിളയുമായിരുന്നു. നിശബ്ദയായി പ്രയാസങ്ങൾ നേരിടുമായിരുന്നു. ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. കാലത്തിന് ഖലീഫയുടെ എല്ലാവിധ സാമ്പത്തിക ആഹ്വാനത്തിലും നിർലോഭം ഭാഗവാക്കാകുമായിരുന്നു. ജമാഅത്തി ചന്തകൾ കൃത്യമായി ആദ്യ സമയത്ത് തന്നെ കൊടുത്തു വീട്ടിയിരുന്നു. പിന്നീട് അധിക ചന്തയും നൽകിയിരുന്നു. ആവശ്യക്കാരെയെല്ലാം കഴിവനുസരിച്ച് സഹായിച്ചിരുന്നു. ആരെയും വെറും കൈയോടെ വിട്ടിരുന്നില്ല. അള്ളാഹു മർഹൂമയോട് പൊറമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. മക്കൾക്ക് വേണ്ടിയുള്ള അവരുടെ ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം നോർവേയിലെ റഷീദ് അഹമ്മദ് ചൗധരി സാഹിബിൻ്റേതാണ്. ഇദ്ദേഹം ചൗധരി ഗുലാം ഹുസൈൻ ഓവർസിയറിൻ്റെ മകനാകുന്നു. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 82-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തൻ്റെ രോഗത്തെ വളരെ ധൈര്യത്തോടെയും സ്ഥൈര്യത്തോടെയും ക്ഷമയോടെയും നേരിട്ടു. കുറച്ചു കാലമായി നല്ലപോലെ രോഗാതുരനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ചൗധരി ഗുലാം ഹുസൈൻ സാഹിബ് ഓവർസിയർ 1926 ഖാദിയാനിലെത്തി ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കൈകളിൽ ബൈഅത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. പിന്നീട് ജീവിതം വഖഫ് ചെയ്തു. അദ്ദേഹത്തിന് ഖാദിയാൻ, റബുവ എന്നിവിടങ്ങളിൽ ദാറുൽ ഖദയിൽ ഖാദിയായി സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ബിൽഡിങ്ങുകളുടെ നിർമ്മാണ മേൽനോട്ട ചുമതലയും വഹിച്ചിട്ടുണ്ട്. ചൗധരി റഷീദ് സാഹിബിനും തൻ്റെ പിതാവിൻ്റെ കൂടെ റബുവയിൽ ആരംഭകാലത്ത് പ്രവർത്തനിക്കാൻ ഒരുപാട് അവസരം ലഭിച്ചിട്ടുണ്ട്. 2ഉം 3ഉം ഖിലാഫത്ത് കാലത്ത് ഖസറെ ഖിലാഫത്തിലും മറ്റ് ജമാഅത്തി ബിൽഡിങ്ങുകളിലും ഇലക്ട്രീഷ്യനായി ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. 1970 നോർവേയിലേക്ക് പോയി. അവിടെ ജമാഅത്തി സേവനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റേത് നിർലോഭ സേവനങ്ങളായിരുന്നു. നോർവേയിലെ ആദ്യത്തെ കേന്ദ്രം ഉണ്ടാക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ നിർലോഭ സേവനങ്ങളുണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ട് ജമാഅത്തിൻ്റെ വലിയൊരു തുക അദ്ദേഹം മിച്ചം പിടിക്കുകയുണ്ടായി. നീണ്ടകാലം നോർവേ ജമാഅത്തിൽ ഉമൂറാമ സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ മുസഫർ ചൗധരിയും മുനവർ ചൗധരിയും എഴുതുന്നു, ഖിലാഫത്തിനോട് അഗാധമായ നിശ്ചയവുമായ സ്നേഹമായിരുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ നോർവേ പര്യടനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഇദ്ദേഹത്തിനായിരുന്നു. ഹുസൂർ അദ്ദേഹത്തെ നോർവേയിലെ തൻ്റെ ഗൈഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഖുത്ബ ജുമായിലും അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. എന്നോടും ഖിലാഫത്തിൽ വന്നതിന് ശേഷം വളരെ കൂറുള്ള ബന്ധമായിരുന്നു. നേരത്തെയും പരിചയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ബന്ധം വളരെ വലുതായി. അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ വലിയ അടുപ്പക്കാരനുമായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ ചൗധരി ഗുലാം ഹുസൈൻ സാഹിബിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും പുഞ്ചിരി തൂകുമായിരുന്നു. വളരെ നല്ല സ്വഭാവമായിരുന്നു. ചൗധരി റഷീദ് സാഹിബിൻ്റെ സ്വഭാവവും തൻ്റെ പിതാവിനോട് വളരെയേറെ താദാത്മ്യമുള്ളതായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് ഓർമ്മയോടെ വർത്തിക്കുമാറാകട്ടെ. മതാതീതമായി എല്ലാവരോടും സഹാനുഭൂതി കാണിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയും 2 ആൺമക്കളും 4 പെൺമക്കളുമുണ്ട്. ആസ്ട്രേലിയയിലെ അമീറും മിഷണറി ഇൻചാർജുമായ ഇനാമുൽ ഹക്ക് ഔസർ സാഹിബ് ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവാകുന്നു. അള്ളാഹു എല്ലാവർക്കും സബറും സഹനവും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ഇവരുടെയെല്ലാം ജനാസ നമസ്കരിക്കുന്നതാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.